ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് സാറിനോട് ഒരു സംശയം ചോദിക്കാനാണ്. ഇക്കൊല്ലം സന്നിധാനത്തെത്തിയ ഒരു ഭക്തനാണ് ഞാൻ. ചോദ്യം ഇതാണ്. 2-3 വർഷമായിട്ട് കേരളത്തിലുടനീളം നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ശബരിമല പരിസര പ്രദേശങ്ങളിലെങ്ങും പ്ലാസ്റ്റിക് ഉപയോഗം പാടില്ല, കൊണ്ടുവരരുത് എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വരുന്ന സായിമാർ ഏതാണ്ട് 99% പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ ഒഴിവാക്കി പേപ്പർ കൂടിനകത്ത് തന്നെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊഴികെയുള്ള അല്ലെങ്കിൽ കേരളം ഒഴികെയുള്ള സായിമാർ ഇന്നും കർപ്പൂരമാകട്ടെ, ഭസ്മമാകട്ടെ, കുങ്കുമമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹോമിയോ മരുന്ന് ഒഴിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി, ഈ 50 മില്ലിയുടെ പ്ലാസ്റ്റിക് കുപ്പി പോലത്തെ സാധനമാകട്ടെ എന്ന് വേണ്ട കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കുമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ നിരന്തരം വന്നു പോകുന്ന ഈ അന്യസംസ്ഥാന സായിമാർ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു സംഭവം പൊന്നമ്പലമേട്ടിൽ നടപ്പിലാക്കി കേരള ഗവൺമെൻറ്, കേരള ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു നിയമം നടപ്പിലാക്കി എന്ന വിവരം അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ആ നിയമം ഞങ്ങൾക്കാർക്കും ബാധകമല്ല എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്നത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇത് എൻ്റെ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും സന്നിധാനത്ത് വരുന്ന മിക്ക അയ്യപ്പ ഭക്തന്മാരുടെയും ഒരു സംശയമാണ്. ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഇതിന് മറുപടി പറയും എന്നാണ് ഞങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. ഈ ചോദ്യം ഉന്നയിക്കാൻ കാര്യം ഏതാണ്ട് 2-3 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. ശബരിമല സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് NSS ടീമെന്ന് പറഞ്ഞ കോളേജിലെ ടീം പോലത്തെ കുറേ ആൺപിള്ളേരൊക്കെ വരാറുണ്ടല്ലോ. അവരൊക്കെ വന്ന് ഇവിടം വൃത്തിയാക്കിയിട്ട് പോകുന്നത് 2-3 വർഷം മുമ്പെങ്ങാണ്ട് ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞ ശോചനീയ അവസ്ഥ. പക്ഷേ ഇപ്പോഴും ഇപ്പം 2025 ജാനുവരിയിലും സംഭവം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ നേരിട്ട് വന്ന് മനസ്സിലാക്കി. ഞാനിപ്പം രാത്രി ദർശനം കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്തപ്പോഴാണ് നിരന്തരം നിരീക്ഷിച്ചപ്പം ഓരോ ടീമുകളും ഗ്രൂപ്പായിട്ട് വരുന്ന സായിമാർ അവരുടെ ഇരുമുടി കെട്ടി അഴിച്ച് ഓരോന്ന് തുറക്കുമ്പോഴത്തേക്ക് എല്ലാത്തിലും ശരാശരി ഓരോ ടീമിൻ്റെ അടുത്തുകൊണ്ട് ഓരോ വ്യക്തിക്കും ഈ 2-3 പ്ലാസ്റ്റിക് കൂടുകൾ വെച്ചുണ്ട്. അപ്പം എൻ്റെ നല്ല നമ്മുടെ മലയാളികളുടെ ഓരോരുത്തരുടെയും ബലമായ സംശയം, ഈ നിയമം കേരളത്തിൽ മാത്രമാണോ അതോ മറ്റുള്ളവർക്ക് സംസ്ഥാനക്കാർക്ക് ബാധകമല്ലേ, അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ത് തീരുമാനം എടുത്താലും കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളായി ഞങ്ങൾക്കാർക്കും ഇത് ബാധകമല്ല എന്ന മനോഭാവമാണോ? ഇതിലേതാണ് സത്യം? ഇതൊന്ന് പ്രസിഡൻറ്റും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഒന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അറിയിക്കണം എന്നാണ് ഈ ഭക്തൻ്റെ എളിയ അപേക്ഷ. നന്ദി, നമസ്കാരം.